ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി എല്ലാവരും കൂടിയിട്ട് ഒരു കള്ളുകൂടിനാക്കിയിരിക്കുകയാണല്ലോ. ആന്റണി ഇറക്കിയിരിക്കുന്ന ആ ഒരു വീഡിയോ അത് ഒരുപാട് വൈറലാകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വീഡിയോ മൂലം തന്നെ നമ്മുടെ സച്ചിയുടെ കാർ വരെ നഷ്ടപ്പെടുന്നുണ്ടല്ലേ. തിരികെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാവരും പറഞ്ഞിട്ട് സച്ചി കള്ളു കുടിച്ചിട്ട് തൻ്റെ മുന്നിൽ വന്ന് അഭിനയിക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഞാൻ മദ്യപിച്ചിട്ട് കുറച്ചെങ്കിലും സ്മെല്ലുണ്ടാവുകയില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ മണമില്ലാത്ത സാധനമായിരിക്കും കഴിച്ചതെന്ന് ശ്രുതി പറയുന്നുണ്ട്. മാത്രമല്ല രാവിലെ കഴിച്ചതല്ലേ നീ മദ്യം, ഇപ്പൊ പണ്ടേക്ക് നേരത്തെ സ്മെല്ല് പോയിട്ടുണ്ടെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും കൂടെ മനഃപൂർവ്വം തന്നെ സച്ചിയെ ഒരു മോശക്കാരനാക്കാണ്ട് ശ്രമത്തിലാണ്. കാരണം ഇവരുടെ കയ്യിൽ വീണ് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണല്ലോ ഇത്. മാത്രമല്ല ശ്രുതി കാർ മേടിക്കാൻ പോയ സമയത്ത് ശ്രുതി മേടിക്കാൻ വേണ്ടി കാർ എടുത്ത് മറ്റൊരാൾക്ക് മറിച്ചു കൊടുത്തത് നമ്മുടെ സച്ചിയാണല്ലോ. ആ ഒരു ദേഷ്യമെല്ലാം ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് കട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം നല്ല രീതിയിൽ തന്നെ ഇവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി ആരും തന്നെ വിശ്വസിക്കുന്നതിൽ അവസാനം രേവതി സച്ചിക്ക് കള്ളുകൂടി മാറ്റുന്നതിന് വേണ്ടി ഒരു മരുന്ന് വരെ കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി കരഞ്ഞുകൊണ്ട് തന്നെ രേവതിയുടെ പറയുന്നത്, രേവതി ഞാനൊരു തെറ്റും ചെയ്തില്ല, നീ എങ്കിലും എന്നെ വിശ്വസിക്കുക, നീ എനിക്ക് ഒരുപാട് ആഗ്രഹിച്ചു മേടിച്ചെന്ന ഒരു കാർ, ആ കാർ ഞാൻ നഷ്ടപ്പെടുത്താൻ പാറ്റുന്ന എന്തെങ്കിലും ചെയ്യും നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതിക്കും തോന്നുന്നുണ്ട് സച്ചിയേട്ടൻ എന്തായാലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല വെള്ളം അടിച്ചിട്ടുള്ള സച്ചിയേട്ടൻ അല്ലാത്ത സച്ചിയേട്ടൻ തനിക്ക് നന്നായിട്ട് അറിയാം. എന്നിരുന്നാൽ ആ ഒരു വീഡിയോ ആണ് രേവതിനെ കുഴപ്പിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് രേവതി എന്നെ നേരിട്ട് ബാറിലേക്ക് ചെല്ലാൻ അവിടുത്തെ CCTV ദൃശ്യം കാണുന്ന സമയത്താണ് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ രേവതിക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. അതെല്ലാം തന്നെ ചെയ്തത് ആന്റണിയാണെന്നുള്ള കാര്യം കേട്ടോ. മാത്രമല്ല ആന്റണി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ സച്ചിക്കിട്ട് പണി കൊടുക്കാൻ ഒരുങ്ങിയതെന്നെല്ലാം തന്നെ രേവതിക്ക് മനസ്സിലാവണം. കാരണം ഒരുപാട് വൈരാഗ്യം നമ്മുടെ ആന്റണിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. രേവതി എപ്പോൾ ആന്റണിയെ കണ്ടാലും ഉപദേശവും, മാത്രമല്ല ഇനി എൻ്റെ സച്ചിയുടെ മുന്നിലേക്ക് വന്നാൽ കർണം അടിക്കുമെന്ന് വരെ നമ്മുടെ രേവതി ആന്റണിയോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല രേവതിയുടെ അനിയനെ ചീത്തയാക്കുന്നത് ആന്റണിയാണ്. ഇത് കൂടെ സച്ചി എവിടെ വെച്ച് കണ്ടാലും ആന്റണിയുടെ കയ്യിലിരിപ്പ് കാരണം സച്ചിയുടെ കയ്യിൽ നിന്നൊന്നും മേടിച്ച് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം വൈരാഗ്യം തീർത്തതാണ് ആന്റണി എന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ഇത് സത്യം അറിയുന്ന സമയത്ത് നേരെ സച്ചിയെ കാണാൻ വരുന്നുണ്ട്. വന്നതിന് ശേഷം സച്ചിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ക്ഷമയൊക്കെ പറയുന്ന ഒരു സച്ചിയേട്ടൻ എനിക്ക് മനസ്സിലായില്ല, ആരൊക്കെ സച്ചിനെ തള്ളിക്കളഞ്ഞാൽ ഞാൻ സച്ചിനോട് അകൽച്ച കാണിക്കാൻ പാടില്ലായിരുന്നു, സച്ചിനോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി സച്ചിനെ കെട്ടിപ്പിടിച്ച് എന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും സമാധാനം രേവതി, നീ എന്തായാലും സത്യാവസ്ഥകളെല്ലാം അറിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ മാത്രം അറിഞ്ഞത് പോലെ ഈ ലോകത്തുള്ള എല്ലാവരും സച്ചിയേട്ടൻ തള്ളിക്കളഞ്ഞ എല്ലാവരും തന്നെ സത്യാവസ്ഥ അറിയണം. എന്റെ ശ്രീകാന്ത് നീ ഒരു കാര്യം ചെയ്യും, സച്ചിയേട്ടൻ തുറന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോയും കൂടി എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അതുകൂടാതെ അവിടെ വെച്ച് സംഭവിച്ച കറക്റ്റ് CCTV ദൃശ്യങ്ങളും കൂടി ഇതിന്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ സച്ചിയേട്ടന്റെ നിരപരാധിത്വം എല്ലാവരും മനസ്സിലാക്കിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കൊണ്ട് തന്നെ സച്ചി എല്ലാം തുറന്ന് സംസാരിപ്പിക്കുന്ന ഒരു വീഡിയോയുമായി അതിന്റെ കൂടെ തന്നെ ഈ ഒരു ബാറിൽ നിന്ന് കിട്ടിയ വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ സച്ചിയുടെ നിരപരാധിത്വം എല്ലാവരും അറിയുന്ന കൂട്ടത്തിൽ തന്നെ രവിയും അറിയുന്നുണ്ട്. രവിയുടെ സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹം ഈ ഒരു വീഡിയോ രവിക്കായിട്ട് അയച്ചു കൊടുക്കുകയാണ്. രവി ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് രവിയുടെ കണ്ണുകൾ നിറഞ്ഞുവിടുകയാണ്. അത്രയും നല്ല മനസ്സിന്റെ ഉടമയായ സച്ചി അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും താൻ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് വരെ നമ്മുടെ രവി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം രവി വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്താണ്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും എപ്പോഴും ഓരോ സിനിമയിട്ട് കാണിക്കുന്നില്ലേ, എനിക്കൊരു സിനിമയിട്ട് കാണിച്ചു തരാനുണ്ട്. എടാ സുധി, ഞാൻ TV കണക്ട് ചെയ്യാൻ പറയുകയാണ്. സുധി TV കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ, അതായത് സച്ചിയുടെ തുറന്നു പറയലും അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു വീഡിയോ കാണാം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ സുധിക്കും ഒരു തിരിച്ചടി കിട്ടുകയാണ്. കാരണം തൻ്റെ കയ്യിൽ കിട്ടിയിരുന്ന ഒരു ബോംബായിരുന്നു, അത് ഒറ്റ നിമിഷം തന്നെ ചീറ്റിപ്പോയില്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് സുധി ഭയങ്കരമായിട്ട് തന്നെ സങ്കടപ്പെടുന്നുണ്ട്. ആ ഒരു സമയം തന്നെ തൻ്റെ ഫോണിൽ കണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ കാണുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വീഡിയോ നമ്മുടെ സച്ചി തുറന്ന് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ വൈറലാകുന്നുണ്ട്. മാത്രമല്ല സച്ചിയെ താൻ കുറ്റപ്പെടുത്തി അല്ലാനും കൈയൊങ്ങിയല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് രവി ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരുന്ന സമയത്ത് സച്ചിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് മുത്തം നൽകുകയും ഇത്രയും നാളായിട്ടും തെറ്റിലേക്ക് പോകാത്ത നിന്നെ, ഈ ഒരു പ്രശ്നത്തിന്റെ പേര് നിന്നെ എനിക്ക് തള്ളിക്കളയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രമായിരുന്നു പെരുമാറാൻ പാടുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനോടായിട്ട് അതായത് ഒരു ക്ഷമ പറയുന്ന രീതിക്ക് തന്നെ നമ്മുടെ രവി പെരുമാറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സച്ചി പറയുന്നത്, അച്ഛൻ ഇങ്ങനെ പറയില്ല, എനിക്ക് സങ്കടമാകുന്നു, അച്ഛൻ ഇതെല്ലാം എന്നെ മനസ്സിലാക്കി എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രവിനെ മുറുക്കെ കെട്ടിപ്പിടിക്കുന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉള്ളിൽ നിന്നും മായുന്നൊരു ഭാഗം വലിയ താമസമില്ലാതെ നമുക്ക് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.